രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല മഴ. അപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് തോട്ടിലും ഒക്കെ ഒന്ന് പോയൊക്കെ തോട്ടിൽ എന്തൊക്കെ വിശേഷങ്ങൾ മീൻമുട്ടക്കാരുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ഫിഷിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മളെ മഴക്കാല കാഴ്ചകൾ നമ്മളെ നാട്ടിലെ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്, തോടൊക്കെ കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ആൾക്കാർ ഇവിടെ വലകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മീനുകളൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ മഴ വന്നിപ്പോൾ പുതുക്കിന് മീൻ പോയെന്ന് തോട്ടിക്ക് കയറുന്ന രംഗാണ്ട്. അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ വലകളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഓരോ സൈഡുകളിൽ. അപ്പോൾ നമ്മൾ വല നോക്കി നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. മഴക്കാലത്ത് നമ്മളെ ഫസ്റ്റ് ഫിഷിംഗ് ആണ് കേട്ടോ. ഇത് നമ്മൾ ആളവിൻ്റെ വലയാണ്. നമ്മളൊന്ന് പൊക്കി കണ്ടിട്ടുള്ളത്. ഇതിലധികം തിരിഞ്ഞേക്ക് വലിച്ചാളാ അതിവിടെ പൊക്കി പോകും. ഇല്ല എന്നിട്ട് കടുങ്ങാലിപ്പരലാണത്. മീനുണ്ട്. ഓ പോയി മീനൊന്നും ഇതാണ്ടോ നമുക്ക് കിട്ടിയ മീനുകൾ. ഇപ്പോൾ നമ്മൾ രാവിലെ വരുന്നതിൻ്റെ മുമ്പ് ആദ്യം ഇവിടെ വലയിട്ടുണ്ടായിനി. അപ്പോൾ അതിൽ കിട്ടിയ ഇതുപോലത്തെ കടുങ്ങാലി പരലുകളാട്ടോ കിട്ടി. നമ്മൾ ഫസ്റ്റ് മഴക്കാലത്ത് ഫസ്റ്റ് മഴ ചെയ്ത് വെള്ളമൊക്കെ കലങ്ങി പുഴയിലേക്ക് എത്തുമ്പോൾ ഇതേപോലെ മീനുകൾ എന്ത് ചെയ്യും, പുഴന്ന് തോടുകളിലേക്ക് കയറും കേട്ടോ. ആ സമയത്തുള്ള ഇത് സീസണിൽ ഒരു പ്രാവശ്യം നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഫിഷിങ്ങാണ് കേട്ടോ. ഇത് കുറച്ച് പോലെ തന്നെ ആദ്യം കുറച്ച് പിടിച്ച് വെച്ചിട്ടുണ്ടായിനി. വയമ്പുണ്ട്. ഇത് വയമ്പ് കടുങ്ങാലി പരൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് അരവരലിൻ്റെ വിലയാണ് കേട്ടോ. 1, 2 ഇങ്ങനെ കണ്ണി ഡിഫറൻസിനനുസരിച്ച് വലിയ വലിയ മീൻ കൊടുക്കുക. തോടിൻ്റെ ഓരോ ഒഴുക്ക് കുറഞ്ഞ സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ തണ്ടാടി വല കിട്ടുക. അപ്പോൾ അവിടെ ഒരു വല കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെ ഉള്ളത് നോക്കാം. സാധാരണ എല്ലാവരും തണ്ടാടി പോയാലേ ഇറങ്ങിയിടല് കേട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ പുതുക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കരക്കന്നിട്ടാൽ കിട്ടുന്ന ഒരു ടൈമാണ് കിട്ടത്. അപ്പോൾ ഇവിടെ ഒരു വല ഇട്ടുണ്ട്, അവിടെ ഒരു വല ഇട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമ്മൾ കുത്തി കിട്ടും. സൗണ്ട് കേൾക്കും. ചാകര അതേ കേറാൻ നോക്കിയപ്പോഴാട്ടോ മീന് കൂട്ടി പിടിക്കണം. അടിപൊളി. അത് മതി. വല ഒന്നുകൂടി താന്നാ മീൻ നല്ല കിട്ടുട്ടോ. ആഹാ അടിയില്ല. ഓരോ സൈഡിൽ 10 മിനിറ്റ് പൊന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സൈസിൽ നല്ല അടിപൊളി കടുങ്ങാലികളായിട്ട് കിട്ടണം. നീ ഇപ്പോൾ കയറി തുടങ്ങിയിട്ടുള്ളൂ.